ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കുറേ വർഷങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലുള്ള ഒരു വ്യക്തികളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു സജസ്റ്റഡ് വീഡിയോ ആണ്. എസ്പെഷ്യലി ആ ഒരു പേഴ്സൺ ഒരു 8 years ആയിട്ട് നോ കോണ്ടാക്റ്റിലാണ് എന്ന രീതിയിലാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 8 yearsന് അബൌട്ട് 10 years 11 അതിന് മുകളിലേക്ക് ഒക്കെ ഒരു നോ കോണ്ടാക്ട് വന്നിട്ടുള്ള ആളുകളുടെ ഒരു റീഡിംഗ് ആണ് ഇത്. അപ്പോൾ ആ ഒരു നോ കോണ്ടാക്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് ഈ ഒരു സമയത്ത്, ഇത്രയും ഗ്യാപ്പിന് ശേഷം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ എന്താണെന്ന് അറിയാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടാകാം. എന്തൊക്കെ ഇത്ര ഒരു 8 years 10 years 11 years അബൌവിലേക്കൊക്കെ ഒത്തിരി ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാകാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അതോ അവർ നിങ്ങളെ മറന്നോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. മാസ്റ്റർ കാർഡ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ കൂടുതലായിട്ട് ഒരു ഓവറോൾ എനർജി ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു പേഴ്സൺ ഈ ഒരു നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം ഒരു തീരുമാനപ്രകാരം ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് കൂടുതലായിട്ട് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആകും എന്നറിയത്തില്ല. നമ്മൾ ഒരു അങ്ങനെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അവരുടെ ഒരു ഇഷ്ടപ്രകാരം അവർ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരൊരു കാരണം ഉണ്ടാക്കി അവർ പോയി. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിനൊത്ത് നിൽക്കാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുവശം അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗോൾ ഉണ്ടായിരുന്നു, അവർക്ക് എന്തോ ഒന്ന് നേടിയെടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവിടെ ഇട്ടിട്ട് അതിന് പുറകെ പോയി. ആ ലക്ഷ്യത്തിലേക്ക് ആ ഒരു പേഴ്സൺ നടന്നു നീങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഒരു ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കുന്നതായിട്ടൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ തന്നെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ സൊസൈറ്റിയിലൊക്കെ നല്ലൊരു വിലയും നിലയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഒരു അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഒരു ബിസിനസ് മാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമണോ ഒക്കെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സൺ വളരെ ഒരു റോൾ മോഡലായിട്ട്, അതായത് ചിലപ്പോൾ ഒരു റോൾ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു സമൂഹത്തിന്റെ ഒരു റോൾ മോഡൽ അങ്ങനെയുള്ള രീതിയിലില്ല. ചിലപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഈ ഒരു പേഴ്സൺ ഒരു നല്ല വ്യക്തിയാണ്, അങ്ങനെ കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു റോൾ മോഡലായിട്ട് മാറിയേക്കാവുന്ന അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ഫോളോ ചെയ്ത് പോകേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ. അപ്പൊ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് മാറിപ്പോയിട്ടുള്ളത് വലിയൊരു തെറ്റിലേക്കാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ഒരിക്കലും യോജിക്കാത്ത ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്കോ ആണ് ഈ വ്യക്തി ചെന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റു വ്യക്തികൾ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അവർക്ക് അങ്ങനെ പോകേണ്ടതായി വന്നു, അല്ലെങ്കിൽ അവരങ്ങനെ പോയി. തീർച്ചയായിട്ടും ഇവിടെ പലതരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊരു ഇത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. അത് ചിലപ്പോൾ ഇമോഷണലായിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തതുകൊണ്ട് ഇതായിരിക്കാം,
ഫോഴ്സ്ഫുള്ളി അവർക്ക് പോകേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കാം, ഫോഴ്സ്ഫുള്ളി അവർ പോകേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെയോ മറികടന്ന് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അവർ പോയതായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു എന്താ പറയാ, മനസ്സിലൊരു ഡിസിഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് തന്നെ പോയൊരു വ്യക്തി തന്നെയായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത്, ഇപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ യെസ്, അവര് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അവർ ചിന്തിക്കുന്നത്, കൂടുതലായിട്ടും അവർ ചിന്തിക്കുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, വളരെ ഹാപ്പിയായി അവർ വളരെ എൻജോയ് ചെയ്ത, വളരെ സെലിബ്രേഷൻ നടത്തിയ ആ ഒരു സമയങ്ങളാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് സമാധാനമില്ലാത്ത സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഹാർഡായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അവര് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയങ്ങളെ കുറിച്ചൊക്കെ ഓർത്തിട്ട് ഒന്ന് റിലാക്സ് ആകാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നു. ആ ഒരു സമയങ്ങളാണ് ഇവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ടും ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ഓർക്കുന്നു, അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇത്ര വർഷമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല, ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കാം, എല്ലാ തരത്തിലും ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കാം, ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ ഒരു വ്യക്തിയൊക്കെ എന്നെ മറന്നു പോയിട്ടുണ്ടാകാം, ഇനി എന്നെ കുറിച്ചൊന്നും ഒരിക്കലും, അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുടെ എനർജി നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ മറന്നു പോയിട്ടുണ്ടാകാം എന്ന് വിചാരിക്കുന്നുണ്ടാവാം നിങ്ങൾ ഇപ്പൊ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ വളരെ ആവർത്തിച്ച് ഓരോ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എടുത്താൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാർഡുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ ഒരു സെക്കൻഡ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, അതായത് നിങ്ങളുടെ പേഴ്സൺ അല്ല, നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഹാർഡ് ടൈം, നിങ്ങളുടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒത്തിരി മാറിപ്പോയിരിക്കുന്നു. ആദ്യമായിട്ട് ഈ ഒരു ബ്രേക്കപ്പിലേക്കൊക്കെ വന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കഠിനമായ, ഏറ്റവും വിഷമിച്ച സമയങ്ങളാണ് വന്നു പോയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്ട്രഗിൾസിലൂടെ ഒക്കെ നിങ്ങൾ ഒത്തിരി അങ്ങനെ സഞ്ചരിച്ചു, ആ ഒരു സ്ട്രഗിൾസിലൂടെ നിങ്ങൾ ഒത്തിരി പോയി. അതിനുശേഷം ഒരു പോസിറ്റീവ് ഫ്രെയിമിൽ നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. ഒരു പുതിയ തുടക്കം, അങ്ങനെയുള്ള ഒരു ഫ്രഷ് ഫീലിംഗ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ വന്ന് നിങ്ങൾ ഒരു പുതിയ പ്രോഗ്രസ്സിലേക്ക് പോകുന്നു എന്നുള്ളൊരു എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു പേഴ്സണിനോട് മിണ്ടാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ കാണാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരാരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ശബ്ദം ഒന്ന് കേൾക്കാനോ ഒക്കെ നിങ്ങൾ അത്ര വരെ ആഗ്രഹിച്ച സമയങ്ങളുണ്ടായിരുന്നു. അത് പിന്നെ ഇവരെ ഒന്ന് മറന്നു കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാകാം. ഇതിനൊന്നും പറ്റാതെ നിങ്ങൾ ശരിക്കും ഇങ്ങനെ പെട്ട് നിന്ന അവസ്ഥ, സ്റ്റക്കായി നിന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡിൽ എത്തിയതുപോലെയാണ് നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നത്. പുതിയ തുടക്കങ്ങളും ഭയങ്കര ഒരു ഫ്രഷ് ഫീലിങ്സ് എപ്പോഴും ഉണ്ടാകുന്നു, ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വരുന്നു. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നമുക്ക് വരുന്നത് ടെമ്പറൻസ് കാർഡാണ്. ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ഇന്നർ പീസ്, നിങ്ങൾക്ക് വളരെയധികം ഒരു ഇന്നർ പീസ് കൈവന്നിട്ടുണ്ട്. ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു നന്മ അല്ലെങ്കിൽ നല്ലത്, ഗുഡ് കണ്ടെത്താനായിട്ട്, നല്ലത് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇട്ടിട്ട് പോയ സമയത്തൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ ഒത്തിരി ഈ ഒരു പേഴ്സണ് വേണ്ടി എൻ്റെ കാര്യങ്ങൾ വരെ മാറ്റി വെച്ചിട്ട് സാക്രിഫൈസ് ചെയ്ത് നിന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാതെ അവരുടെ കാര്യങ്ങൾക്ക് ആക്ഷൻ എടുത്ത് അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെ ചില പ്രവൃത്തികളൊക്കെ ഞാൻ ഒത്തിരി സഹിച്ച് നിന്നിട്ടുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയോട് വളരെ സ്നേഹമായിരുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്ക് ഈ ഒരു പേഴ്സണെ നഷ്ടമായി, അല്ലെങ്കിൽ ഞാൻ മോശക്കാരനാക്കി, അല്ലെങ്കിൽ എന്നെ മോശക്കാരനാക്കിക്കൊണ്ട് ഇവർ പോയി എന്നോർത്തിട്ട് നിങ്ങൾ ദൈവത്തെ വരെ പഴിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാലോ അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്ക് ഇറങ്ങിയാലോ എല്ലാം നെഗറ്റീവായിട്ടായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റൂട്ട് ജസ്റ്റ് ഒന്ന് മാറിയിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്കൊരു ഇന്നർ പീസ് വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട്, ഓക്കെ, ആ വ്യക്തി എന്നെ വിട്ടിട്ട്, അവൾ എന്നെ വിട്ടിട്ട് പോയി, ഓക്കെ,
അതൊരു നല്ലതിനായിരിക്കാം, അല്ലെങ്കിൽ ഇനി ഒരു ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരേണ്ടവരാണെങ്കിൽ അവർ നമ്മളിലേക്ക് തിരിച്ചു വരും, ഞാൻ എന്തായാലും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും, ആ ഒരു രീതിയിലേക്ക് കുറേ ആളുകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ സയൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ബാലൻസ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ഷമയോടുകൂടി കാര്യങ്ങളെ കാണാനുള്ള പേഷ്യൻസ് ഒക്കെ വന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഈ ടെമ്പറൻസ് കാർഡ് തരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് വഴി അറിയിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കാർഡ് കിട്ടുന്നത് പെൻഡക്കിൾസ് കാർഡാണ്. 3 ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊരു ഡെഡിക്കേഷൻ കാർഡ്, അറ്റൻഷൻ കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് റീഡിങ്ങിൽ പറഞ്ഞു, നിങ്ങളെ വിട്ടിട്ട് ഇവരെന്തോ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗോളിന് വേണ്ടിയിട്ട് ഇവർ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ ഒരു ലക്ഷ്യത്തിലേക്ക് ഇവർ പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ലക്ഷ്യം ഇവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട്. അതിനൊരു റിവാർഡ് ഇവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഒത്തിരി കോംപ്ലിമെന്റ്സും സക്സസും ഒക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നത് ഇവരുടെ ആ ഒരു എയിമിനോട് മാത്രമായിരുന്നു. അവർ ആ ഒരു എയിം അവർ നേടിയെടുക്കുകയും ചെയ്തു. ഒരു ടീം വർക്കിലൂടെ ആയാലും എങ്ങനെയായാലും അവർ ആ ഒരു ലക്ഷ്യത്തിലെത്തി. എങ്കിൽ പോലും ഇവർക്ക് ഒരു ഹാപ്പിനെസ്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഫീലിങ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അവരുടെ ഒരു എനർജി നോക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഹെർമിറ്റ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. യെസ്, അത് തന്നെയാണ്. ഈ ഒരു കാർഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത്. ഇവിടെ ലോൺലിനെസ് ആണ് നമുക്ക് കൂടുതലാണ്. ഏകാന്തത അവർക്ക് അനുഭവപ്പെടുന്നു. മറ്റുള്ള ആളുകളിൽ നിന്ന് താൻ ഒറ്റപ്പെട്ടതുപോലെയുള്ള ഒരു അവസ്ഥ അവർക്ക് അനുഭവപ്പെടുകയാണ്. കാരണം ഇവര് എല്ലാം നേടിയെടുത്തു. ഇനിയിപ്പം അവർ സാമ്പത്തികമായ രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് അവർക്ക് അവരുടെ ലൈഫിൽ ലക്ഷ്യമിട്ടിരുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുത്തു. പക്ഷെ ഇവർ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ നഷ്ടപ്പെടുത്തിയത് നിങ്ങളെയാണ് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ അവർ ഈ ഒരു സമയത്ത് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ കൂടെ നിന്നവരൊക്കെ അവര് പല വിധത്തിലും ഒഴിവാക്കി പോയി. അല്ലാന്നുണ്ടെങ്കിൽ കൂടെ നിന്ന ആളുകൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിന്നത് എന്നുള്ളതിന്റെ ഒരു യഥാർത്ഥ അവരുടെ മുഖം ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നു. ആ ഒരു സമയത്ത് മാത്രമാണ് ഇവർക്ക് ആരുമില്ല, ഇവരൊറ്റപ്പെട്ടു, ഇവരുടെ കൂടെ നിന്ന ആളുകളൊക്കെ ഓരോരോ ബെനഫിറ്റ്സിന് വേണ്ടി നിന്നവരാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി താൻ ഒരു ഐസൊലേഷനിലായി, ഒറ്റപ്പെട്ടതുപോലെയായി, ഏകാന്തതയിലായി എന്ന് പറഞ്ഞ് അവർ ചുരുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയി അതിനുശേഷം ഒന്നും ഇവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇവർ നല്ല രീതിയിൽ പോയി അവരുടെ എയിം അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ ആയിക്കോട്ടെ ആ ഒരു രീതിയിലൊക്കെ പോയി നല്ല സക്സസ്സിൽ വന്ന എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. എല്ലാം കഴിഞ്ഞ് ഇവരിപ്പോൾ ഒരു ജീവിതത്തിന്റെ ഒരു കാലഘട്ടം തന്നെ കഴിഞ്ഞു എന്ന് പറയാം. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ പുറകിലോട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. ആ ഒരു സമയത്ത് ഇപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വളരെയധികം കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളെ വിട്ട് കളഞ്ഞതിൽ, നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് നിങ്ങൾ ഇവരെ കൂടി ഉണ്ടായിരുന്നത് കുറച്ചും കൂടി ഇവരുടെ ലൈഫ് കളറായേനെ, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയേനെ എന്നൊരു ചിന്ത ഇവർക്ക് വരുന്നു. ആ ഒരു പോയിന്റിലാണ് അവർക്കത് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് പല പല കാരണങ്ങൾ ഉണ്ടാകാം. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ശരിക്കും പറഞ്ഞാൽ അവരെ തന്നെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരുടെ ചുറ്റും ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി ആളുകൾ ഇവരെ കെയർ ചെയ്യാനും ഇവരുടെ ചുറ്റും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇല്ലാത്ത ഒരു അവസ്ഥ വളരെ ശൂന്യതയായിട്ട് ഈ ഒരു സമയത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇവർ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ എല്ലാം ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഈ ഒരു പഴയതിലേക്ക് എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന് ഇവരോട് തന്നെ ഇവരുടെ മനസ്സിനോട് തന്നെ ഇവർ ചോദിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ 8 ഓഫ് വാൻസിന്റെ ഒരു എനർജി ഉള്ള കാർഡാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് വരുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ഇതൊക്കെയാണ് അവരുടെ ഒരു ഫീലിങ്സ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓരോ സമയവും നിങ്ങളെക്കുറിച്ച്. ഇനിയിപ്പോൾ ഇവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ളവരുടെയൊക്കെ എനർജി ഒത്തിരി കുറവാണ് നമുക്ക് കാണുന്നത്. ഒത്തിരി അങ്ങനെയുള്ള ആളുകൾ അവർ ഓൾറെഡി മാരീഡും ആ ഒരു രീതിയിലേക്കൊക്കെ പോയവരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ അത് തിരിച്ചു വരാനുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു
ഗൈഡൻസ് മെസ്സേജ് ആണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സൺ വരുന്നു, നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട് മറ്റുള്ള വ്യക്തികളുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നു, ഇനി എന്ത് കണ്ട കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഏത് ഫ്ലോയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഫ്ലോയിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ അയ്യോ അവർ വന്നല്ലോ എന്ന് പറഞ്ഞ് ചാടിക്കയറി അവരുടെ വണ്ടി കയറി പോകാതെ, ഞാനൊരു എക്സാമ്പിൾ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ പെട്ടെന്ന് ഇടിപിടി എന്ന് പറഞ്ഞിട്ട് അയ്യോ ഓക്കെ എന്നാൽ ശരി ഇത്രയും വർഷം എന്നെ ഓർത്തിരുന്നല്ലോ, ഇത്രയും വർഷം കഴിഞ്ഞ് അവർ വന്നല്ലോ, ആ ഒരു രീതിയിൽ അവരോടൊപ്പം ഫ്ലോ ചെയ്ത് പോകാതിരിക്കുക. ഇപ്പം നിങ്ങൾ നിങ്ങളുടേതായ ഒരു വഴി വെട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഇന്നർ പീസ് ഒക്കെ കിട്ടി, നിങ്ങൾ ഓക്കെ ആണ്, ഒറ്റയ്ക്ക് നിന്ന് പോകാനായിട്ട് നിങ്ങൾ വളരെ പഠിച്ച ഒരു സമയം തന്നെയാണിത്. അപ്പൊ ആ ഒരു ട്രാക്ക് വിട്ടിട്ട് നിങ്ങൾ അടുത്ത ട്രാക്കിൽ കയറി പോകാനായിട്ട് നിൽക്കരുത് എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള എനർജി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങൾ ശരിക്കും നിങ്ങളുടേതായ ഒരു വഴി വെട്ടി ഒരു ലക്ഷ്യത്തിൽ എത്താനായിട്ട് ജസ്റ്റ് ഒരു 2-3 സ്റ്റെപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനി നിങ്ങളുടെ മാനസികാവസ്ഥയാണോ, അല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയ സാമ്പത്തികപരമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ, അതെനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു ഗോള് നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇനി ഒരു 2-3 സ്റ്റെപ്സും കൂടെ മുന്നോട്ടുള്ളൂ. ആ ഒരു ഗോള് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇതിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരികയാണ് എന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ലക്ഷ്യമായിട്ട് കണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇത്ര ഗ്യാപ്പ് ആയെങ്കിലും എനിക്ക് ആ വ്യക്തി ഇല്ലാതെ വയ്യ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, മാനിഫെസ്റ്റേഷൻ. അപ്പൊ ഇപ്പോൾ ഈ ഒരു ഗോളല്ല, നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കിട്ടുക എന്നുള്ള ഒരു ഗോളല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മറ്റെന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പിക്കുക, ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അതുപോലെ ഒത്തിരി ആളുകൾ രാജ്യത്തിന് വെളിയിലേക്ക് ഫ്ലൈറ്റിൽ എയർ ട്രാവൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ചാൻസസ് ഉടനെ തന്നെ കിട്ടും, അതൊരു സക്സസിലേക്ക് പോകും എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻസും എടുക്കുക എന്ന്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്താൽ പോലെ കൊച്ചു കൊച്ചു ആക്ഷൻസും അതിന് വേണ്ടിയിട്ട് എടുക്കണം എന്ന് യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കാർഡ് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റിക്കിൾസ് ഈ ഒരു കാർഡിലും മാനിഫെസ്റ്റേഷൻ തന്നെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പരമായിട്ടൊരു ഉയർച്ച അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതൊക്കെ നിങ്ങൾ തട്ടിയിട്ടിട്ട് ഓടാനായിട്ട് ശ്രമിക്കരുത് എന്ന് പറയുന്നു. പിന്നെ പെട്ടെന്ന് ചാടിക്കേറിയ ഒരു തീരുമാനങ്ങൾ എടുക്കരുത് എന്നുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് ഗുഡ് ന്യൂസുകളാണ് എന്നുള്ളൊരു എനർജി കിട്ടുന്നു. ഇത് ഇനി മണി മാറ്റേഴ്സ് ആയിക്കോട്ടെ, ബിസിനസ്, എഡ്യൂക്കേഷൻ, കരിയർ, പ്രോപ്പർട്ടി, ഹെൽത്ത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു ഗുഡ് ന്യൂസ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു എന്നൊരു എനർജി കിട്ടുന്നുണ്ട്. ഇറ്റ് റെപ്രസെന്റ്സ് മേക്ക് എ സോളിഡ് സ്റ്റാർട്ട് ഓർ ലൈങ് ദ ഫൗണ്ടേഷൻ ഫോർ ഫ്യൂച്ചർ സക്സസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫ്യൂച്ചറിൽ ഒരു നല്ല ഫൗണ്ടേഷൻ, അടിത്തറയോട് കൂടിയ ഒരു സ്റ്റാർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ഉറപ്പായിട്ടും അവരെ നിങ്ങളിലേക്ക് തിരികെ വരും. ഇപ്പോൾ കുറേ ആളുകളെ അവരെ നിങ്ങൾക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്, പക്ഷെ ഇത്ര ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഇനി അവർ തിരിച്ചു വരണ്ട എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുടെ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങൾ ഇവിടെ ഒത്തിരി സക്സസ്സിലേക്ക് പോകേണ്ട, ഭാവിയിൽ സക്സസ്സിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒത്തിരി ആളുകൾ ജോബിന് ഒക്കെ വേണ്ടിയിട്ട് നോക്കുന്നവരാണെങ്കിൽ എബ്രോഡൊക്കെ പോകാനുള്ള ഒത്തിരി ചാൻസുകൾ നിങ്ങളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവുന്നതായിട്ടൊരു എനർജി കിട്ടുന്നു. അതോടൊപ്പം തന്നെ മണി മാറ്റേഴ്സിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകും, ബിസിനസ് വർദ്ധിക്കും, എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ കിട്ടും, പ്രോസ്പെറിറ്റി ഉണ്ടാകും. അതൊക്കെ ഇവിടെ നമുക്ക് ഈ ഒരു കാർഡിലൂടെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ് നോക്കിയിട്ടുള്ളത് ഇത്രയും ഗ്യാപ്പ്, ഒരു നോ കോണ്ടാക്ട് ആയി ഒരു 8 years കഴിഞ്ഞു, 11 years കഴിഞ്ഞവരും 12, 15 ഒക്കെ ഇയേഴ്സ് കഴിഞ്ഞവർ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിനെ കുറിച്ച്, നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് എന്തൊക്കെ ചിന്തിക്കുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ നോക്കിയത്. അത് നിങ്ങളെക്കുറിച്ച് ഈ ഒരു ഫസ്റ്റ് കാർഡ് തന്നെ നമുക്കത് കിട്ടിയതാണ്. നിങ്ങളെക്കുറിച്ച് വളരെ സന്തോഷകരമായി ഒരു ഓർമ്മകളാണ് അവരുടെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ അവർ വിഷമിച്ചിരിക്കുമ്പോൾ അവരൊന്ന് മോട്ടിവേറ്റ് ആകാൻ, അല്ലെങ്കിൽ ഒന്ന് ഹാപ്പി ആകാനായിട്ട്
അവരെ നിങ്ങളുടെ പിക്ചേഴ്സ് എടുത്ത് നോക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഒരു ചിരി അവരുടെ മുഖത്തുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ ഒരു 8 വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും അവർ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും അവർ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. ഇപ്പൊ നിങ്ങൾ ഒരു ഡയറക്റ്റ് ആയിട്ട് ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, ഈ വ്യക്തി ആൻസർ സത്യസന്ധമായ രീതിയിൽ ഈ വ്യക്തി ഒരു ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയേണ്ടത് ഇതാണ്, അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ്. ഒരു ദിവസത്തിൽ മാക്സിമം ഒരു 50 ടൈംസ്, എനിക്ക് അങ്ങനെ അത്ര ഉറപ്പിൽ പറയാൻ പറ്റും, 100% എനിക്ക് ഉറപ്പിൽ പറയാൻ പറ്റും, ഒരു 50 ടൈംസ് ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് എന്നുള്ളതാണ്. അത്രയ്ക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ കൊച്ചു കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഒരു സാധനം എടുക്കുമ്പോഴാണെങ്കിൽ അയ്യോ അന്ന് അവനുണ്ടായിരുന്നപ്പോൾ അല്ലെ അവളുണ്ടായിരുന്നപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ അത് അങ്ങനെയായിരുന്നല്ലോ, അങ്ങനെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. എന്ന് കരുതി ഇപ്പൊ എല്ലാവരും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നോ അങ്ങനെയൊന്നുമില്ല. കാരണം ഒത്തിരി പേർക്ക് ഇവിടെ മാരേജ് കഴിഞ്ഞായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു സജസ്റ്റഡ് വീഡിയോ ആയിരുന്നു എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നു. പിന്നെ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ, മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. ഓക്കെ, റൈറ്റ് സൈഡിലെ കൈകളിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 1985 എന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2003 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റീഡിങ് ഒക്കെ ഹോബി ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ലെറ്റർ R കിട്ടുന്നുണ്ട് നമുക്ക്. നമ്പർ 25 കിട്ടുന്നുണ്ട്. അതുപോലെ 1979 കിട്ടുന്നുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഫുട്ബോൾ കളിയൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫോളോ ന്യൂ ട്രെൻഡ്സ്, പുതിയ ട്രെൻഡുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്, ഫോളോ ചെയ്യുന്നവരാണ്. ടീ ലവർ, ചായ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കാം എന്നാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി. ഇടുക്കി ഡിസ്ട്രിക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 2 നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ E കിട്ടുന്നുണ്ട്. 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 52 കിട്ടുന്നുണ്ട്. ലെറ്റർ F കിട്ടുന്നുണ്ട്. മ്യൂസിക്കുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നു. ലെറ്റർ L കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. ഓഗസ്റ്റ് മന്ത്. നേച്ചർ, പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളാകാനുള്ള ചാൻസ് ഉണ്ട്. ഡിസംബർ മന്ത്. ഓക്കെ, ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.